ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ കോതമംഗലം രൂപത അധ്യക്ഷൻ അഭിവന്ധ്യ മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ പിതാവേ, ഇൻഡോർ രൂപതയുടെ മുൻ അധ്യക്ഷൻ അഭിവന്ധ്യ ചാക്കോ തോട്ടുമാരിക്കൽ പിതാവേ, വിൻസെൻഷൻ സഭയുടെ സുപ്പീരിയർ ജനറൽ അച്ഛൻ എത്രയും വലിയ ബഹുമാനപ്പെട്ട പോൾ പുതുവ അച്ഛൻ, കോട്ടയം സെൻറ്റ് ജോസഫ് പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ വലിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ തുണ്ടത്തിക്കുന്നേൽ അച്ഛൻ, മേരിമാത പ്രൊവിൻസിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബിജു മുഞ്ഞേരി അച്ഛൻ, സെൻറ്റ് തോമസ് പ്രൊവിൻസിനെ പ്രതിനിധീകരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് എടാട്ടച്ചൻ, എത്രയും സ്നേഹമുള്ള പ്രിയ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ സിസ്റ്റേഴ്സ്, പനച്ചിക്കൽ അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ, കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, വിശ്വമാകെ ദൈവസ്നേഹത്തിൻ്റെ വാനമ്പാടിയായി മേലെ മാനങ്ങളിൽ തിരുനാമ കീർത്തനങ്ങൾ ആലപിച്ച് അകലെ ആകാശത്ത് വിരിയുന്ന താരകളിൽ ദൃഷ്ടിയൂന്നി നിത്യത തീർക്കുന്ന നിമിഷങ്ങൾ രചിച്ച ഫാദർ മൈക്കിൾ പനച്ചിക്കൽ എന്ന ആ സംഗീതം, ആ നാദം, ആ സ്വരം ഇവിടെ നിശ്ചലമാവുകയാണ്. എങ്കിലും പ്രിയമുള്ളവരെ, ഈ ഐതിഹാസിക ജീവിതം അവശേഷിപ്പിച്ചിട്ട് പോകുന്ന ഓർമ്മകളാകുന്ന തിരിശേഷിപ്പുകൾക്ക് മുൻപിൽ നമ്മുടെ ശിരസ്കരാവുകയാണ് ഞങ്ങൾ, ഈ വിൻസെൻഷൻ സഭാ സമൂഹവും പനച്ചിക്കൽ കുടുംബവും ഈ കേരള കത്തോലിക്ക സഭയും. സ്നേഹമുള്ളവരെ, ഫാദർ മൈക്കിൾ പനച്ചിക്കൽ ഒരു ഇതിഹാസമെന്ന് വിശേഷിപ്പിക്കാൻ ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യ ഹൃദയങ്ങളിൽ മുഴുവനും ദൈവത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ച അതുല്യ പ്രതിഭയാണ് ഈ ഇതിഹാസം മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ. അച്ഛൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ശവമഞ്ചത്തിൻ്റെ ചുറ്റിലും നമ്മൾ നിൽക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആകാശങ്ങളിലേക്ക് മിഴികൾ പായിച്ച് നമ്മൾ കൃതജ്ഞത പ്രകാശിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് വിൻസെൻഷൻ സഭ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നത് പനച്ചിക്കൽ കുടുംബത്തോടാണ്. 1948 സെപ്റ്റംബർ മാസം 6-ാം തീയതി ദേവസ്യ ഏലി ദമ്പതികളുടെ 10 മക്കളിൽ 4-ാമനായി മൂലമറ്റമടുത്ത് അറക്കുളത്ത് ജനിച്ച മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ. പ്രിയമുള്ളവരെ, ഈ 10 മക്കളിൽ 4-ാമനായ അച്ഛൻ ജനിക്കുമ്പോൾ അച്ഛൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള സഹോദരൻ ജോസഫ് ഇന്ന് നമ്മോടൊപ്പമില്ല. അച്ഛൻ്റെ ഇളയ സഹോദരൻ, അച്ഛന് ഏറ്റവും സ്നേഹം ഉണ്ടായിരുന്ന തങ്കച്ചൻ സെബാസ്റ്റ്യൻ ഇന്നിവിടെ ഇല്ല. അവർ സ്വർഗീയ തമ്പുരാൻ്റെ വസതിയിൽ അച്ഛനെ ഇന്ന് വരവേൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ കുടുംബത്തിൽ 4 പേര് സിസ്റ്റേഴ്സാണ്. പല ദിവസങ്ങളിലും അച്ഛനോട് സംസാരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ വാ തോരാതെ ഈ കുടുംബത്തിലുള്ള അച്ഛൻ്റെ സഹോദരങ്ങളെക്കുറിച്ചും ഡേവിസിനെ കുറിച്ചും ഡേവിസിൻ്റെ കുഞ്ഞ് നാഥാനെ കുറിച്ചുമൊക്കെ ഒരുപാട് പറയുമ്പോൾ അച്ഛൻ്റെ മുഖം തിളങ്ങുന്നത് കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ചില രാത്രികളിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സംസാരിക്കാനിരിക്കുമ്പോൾ അച്ഛൻ കഥ പറഞ്ഞാരംഭിക്കും. ആ കഥകളിൽ ചില നല്ല നിമിഷങ്ങളുണ്ട്. എന്തെന്നോ, ഒരു വനം പ്രദേശത്ത് കൊണ്ട് കൃഷി ഇറക്കി അവിടെ അധ്വാനിച്ച് ഒരു കുടുംബത്തെ മുഴുവനും തീറ്റിപ്പോറ്റി വളർത്തിക്കൊണ്ട് വന്ന അച്ഛൻ്റെ മാതാപിതാക്കളായിട്ടുള്ള ദേവസിയുടെയും ഏലിയുടെയും കഥ പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ആ കുടുംബം മൂലമറ്റമടുത്തുള്ള അറക്കുളത്തു നിന്നും അവർ ഭരണങ്ങാനത്തേക്ക് വന്നു, അവിടെ നിന്നും മുട്ടത്തേക്ക് വന്നു, നെടിശാലയിലേക്ക് വന്നു. അങ്ങനെ അന്തീനാട് വരെ നീണ്ടു നിൽക്കുന്ന ഈ കുടുംബത്തിൻ്റെ ചരിത്രം ഇന്ന് ഈ ഇളം തലമുറയ്ക്ക് സുപരിചിതമാണ്. പ്രിയമുള്ള പനച്ചിക്കൽ കുടുംബാംഗങ്ങളെ, എനിക്കെപ്പോഴും അച്ഛനിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഈ കുടുംബത്തിന് സന്തോഷമുണ്ടാകുമ്പോഴും ഈ കുടുംബം വിഷമിച്ചപ്പോഴും പനച്ചിക്കൽ അച്ഛൻ മോശയെ പോലെ മുൻപിൽ നിന്ന് കുടുംബത്തിന് വേണ്ടി പൊരുതിയ ഒരു കുടുംബത്തിലെ സ്നേഹിച്ച ഒരു വൈദികൻ കൂടെയായിരുന്നു. പ്രിയ കുടുംബാംഗങ്ങളെ, ഒരു കാര്യം അച്ഛനോട് കൂടെ ജീവിച്ച് വളർന്നവനായി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അച്ഛൻ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, തിരിച്ച് നിങ്ങൾ അച്ഛനെയും സ്നേഹിച്ചിരുന്നു. നിങ്ങൾക്ക് 1000 നന്ദി അർപ്പിക്കുകയാണ് വിൻസെൻഷൻ സഭാ സമൂഹം മുഴുവനും. 1974 ഡിസംബർ 19 വിൻസെൻഷൻ സഭയുടെ ഗർഭപാത്രത്തിൽ പിറന്ന പുരോഹിതനാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ. ഈ അതുല്യ പ്രതിഭയെ
വിൻസെൻഷ്യൻ സഭാ സമൂഹത്തിന് സമ്മാനിച്ച ഞങ്ങളുടെ തമ്പുരാന് ഞങ്ങൾ നന്ദിയോടെ ശിരസ് കുരിച്ച് നന്ദി പറയുവാണ് ഈ സഭാ സമൂഹം മുഴുവനും. സ്നേഹമുള്ളവരെ, അച്ഛൻ മരിച്ചിട്ട് മിനിഞ്ഞാന്ന് വൈകുന്നേരം 5:11 അച്ഛൻ മരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഫോണിൽ ടോൺഷാളച്ചൻ വിളിച്ചു. ടോൺഷാളച്ചൻ പറഞ്ഞു എന്നോട്, ഈ ദൗത്യം നീ ഏറ്റെടുക്കണം. ഞാൻ വളരെ വിനയത്തോടെ ഞാനത് നോ പറഞ്ഞു. എൻ്റെ മനസ്സിൽ അച്ഛനോട് ഞാൻ പറയാൻ ശ്രമിച്ചത് അച്ഛാ, അല്പം കൂടെ പ്രശസ്തരായിട്ടുള്ള ആരെങ്കിലും ആയിക്കൂടെ, അല്പം കൂടെ അച്ഛൻ്റെ ആ സംഗീത ലോകത്തെ നന്നായി പരിചയപ്പെടുത്തി കൊടുക്കാൻ മാത്രം പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിത്വമായിക്കൂടെ. പക്ഷെ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ നീ പറയരുത്, നീ അച്ഛനെ പഠിച്ചിട്ടുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഞാനിവിടെ ആയിരിക്കാൻ കാരണം നിങ്ങൾക്ക് എന്നെ പരിചയമേ ഇല്ല. ഈ കുടുംബാംഗങ്ങൾക്ക് കുറച്ച് പേർക്ക് എന്നെ പരിചയമുണ്ട്, വിൻസെൻഷ്യൻ സഭയ്ക്ക് എന്നെ പരിചയമുണ്ട്. ഞാനിവിടെ ആയിരിക്കാൻ കാരണം കഴിഞ്ഞ 2 വർഷം വട്ടപ്പാറ ചിറ്റാഴ എന്ന ആശ്രമത്തിൽ ഞാൻ ഈ മനുഷ്യൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്, ഈ ബഹുമാനപ്പെട്ട വന്യനായിട്ടുള്ള ആത്മീയ ആചാര്യൻ ബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചിക്കലച്ചനിൽ നിന്നും ഞാൻ പഠിച്ചറിഞ്ഞ, കേട്ടറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ ആ സത്യങ്ങൾ മൈക്കിൾ പനച്ചിക്കലച്ചൻ എന്ന ആ ചിത്രത്തെ വരച്ചു കാണിക്കാനായിട്ടാണ് ഞാനിവിടെ എളിമയോടെ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, 77 വർഷം നീണ്ടുനിന്ന ഒരു ജീവിതം, 5 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന പൗരോഹിത്യ ജീവിതം. ഈ ജീവിതത്തിൽ അച്ഛൻ അധ്വാനിച്ചത് മുഴുവനും, അച്ഛൻ 700 ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ കാരണം, അച്ഛൻ 12 പുസ്തകങ്ങൾ എഴുതാൻ കാരണം, അച്ഛൻ 6 ആൽബങ്ങൾ റിലീസ് ചെയ്യാൻ കാരണം, അച്ഛൻ 6 ടെലിഫിലിംസ് അച്ഛൻ റിലീസ് ചെയ്യാൻ കാരണം, അച്ഛൻ ഒരുപാട് സാഹിത്യ സംഭാവനകൾ ലോകത്തിന് സമ്മാനിക്കാൻ കാരണം, ഓഡിയോ ബൈബിൾ 2011 അച്ഛൻ സമ്മാനിക്കാൻ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, ഒറ്റ പർപ്പസ്. അച്ഛൻ ജീവിച്ചത് മുഴുവനും ഒരു വിഷൻ ഓടുകൂടെയാണ്, ഒറ്റ ലക്ഷ്യം അച്ഛൻ ജീവിച്ചു, ഒറ്റ പർപ്പസ്. എനിക്ക് അങ്ങനെ അച്ഛനെ പറഞ്ഞറിയിക്കാൻ ഇഷ്ടം. അച്ഛൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള വിഷൻ ഉണ്ടായിരുന്നു, ഒരു മിഷൻ ഉണ്ടായിരുന്നു, എന്തിനാണ് താൻ അയക്കപ്പെട്ടതെന്നുള്ള ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു. അതെന്തെന്ന് നിങ്ങളോട് ചോദിക്കുമായിരിക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടി ആഗ്രഹിക്കുവാണ്. ദൈവസ്നേഹത്തിൻ്റെ വാനമ്പാടി ആകാനുള്ള ഒരു ക്ഷണമായിരുന്നു അച്ഛന് ദൈവം കൊടുത്തത്. ആ ദൗത്യം ശിരസിൽ സ്വീകരിച്ചവനാണ് അച്ഛൻ മൈക്കിൾ പനച്ചിക്കലച്ചൻ. ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, എനിക്കൊരു മാമോദിസ മുങ്ങുവാനുണ്ട്, അത് പൂർത്തിയാകാന്ന് പറയാൻ അസ്വസ്ഥനാകുന്നു. പ്രിയമുള്ളവരെ, അച്ഛൻ അസ്വസ്ഥനായിട്ടുണ്ടെങ്കിൽ ആ അസ്വസ്ഥത മുഴുവനും ഈ ഒറ്റ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി മാത്രമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ചിറ്റാഴ ആശ്രമത്തിൽ അച്ഛൻ RCCയിലൊക്കെ പോയി തിരിച്ചു വന്ന് ഈ ലിവർ ക്യാൻസർ ബാധിച്ച് അച്ഛനെ വേദനിക്കുമ്പോഴും, അർബുദ രോഗം അച്ഛൻ്റെ കരളിനെ കാർന്നു തിന്നുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ഛൻ അതിനോടൊന്നും സന്ധി ചെയ്യാതെ, ഒരലസതയോടും ഒരു ദുഃഖത്തോടും ഒരു വേദനയോടും സന്ധിയില്ലാ സമരത്തിൽ ഏർപ്പെട്ട് പോരാടാൻ ഉറച്ചു തീരുമാനിച്ചത്, അതിനച്ഛനെ സഹായിച്ചത് അച്ഛൻ്റെ ശിരസിൽ ദൈവം എഴുതിയ ദൗത്യം കൊണ്ടായിരുന്നുവെന്ന് പറയാനാണ് എനിക്കിഷ്ടം. ആ ദൗത്യം ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, ദൈവസ്നേഹത്തിൻ്റെ വാനമ്പാടിയാകാനുള്ള ദൗത്യം. എവിടെ നിന്ന് അച്ഛൻ ഈ യാത്ര ആരംഭിച്ചത്? പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അച്ഛനെ കുറിച്ച് പറയുന്നത് ഏറ്റവും വലിയ ഗായക രചയിതാവ് എന്നാണ്. പക്ഷേ അച്ഛൻ്റെ കൂടെ ജീവിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ പറയട്ടെ, അച്ഛൻ അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിച്ചിട്ടേയില്ല. അച്ഛൻ ആഗ്രഹിച്ചത് മുഴുവനും സുപ്രസിദ്ധനായ വചനപ്രഘോഷകൻ എന്ന നിലയിൽ അച്ഛനെ കുറിച്ച് പറയാറുണ്ട്. അതെങ്ങനെയാണ് ആ യാത്ര ആരംഭിച്ചതെന്ന് ഇവിടെ കുറേ പേർക്കറിയാം. എങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് പറയുകയാണ്. 1988-89 കാലഘട്ടങ്ങളിൽ അച്ഛൻ ഒരാഴ്ച ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് പോയി. അതിനെക്കുറിച്ച് മാത്യു നായ്ക്കമ്പലം അച്ഛൻ പറയും, കൂടെ നിന്ന ആളെ ഒരാഴ്ച കണ്ടില്ല. അവരന്വേഷിച്ചു, എവിടെ പോയെന്ന് അറിയാവോ? കുളത്തുപുഴയിലുള്ള CJ വർക്കി അച്ഛൻ ധ്യാനം കൂടാൻ വേണ്ടി അച്ഛൻ പോയി. അതിനെക്കുറിച്ച് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അച്ഛൻ പറയും, അച്ഛാ, ആ ധ്യാനം കൂടിയ ഒരു ദിവസം എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പർശനം ലഭിച്ചതുപോലെയായിരുന്നു. അച്ഛൻ അറിയുമോ, ആ രാത്രിയിലും പിറ്റേന്ന് ദിവസം മുഴുവനും ഞാൻ ഉറങ്ങിയിട്ടേയില്ല, ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകം കിട്ടിയ രാത്രിയായിരുന്നു ആ 89 ആ രാത്രി. അതിനുശേഷം അച്ഛൻ ആരംഭിച്ച യാത്രയാണ് ലോഗോസ് ധ്യാന യാത്ര. അച്ഛൻ എന്തോന്നറിയാവോ ലോകത്തോട് പറഞ്ഞു പഠിപ്പിച്ചത്? അച്ഛൻ്റെ അടുത്ത് അച്ഛൻ ഞങ്ങളുടെ പാർലറിൽ ഒരു 5 പേര് വന്നു കൂടുമ്പോൾ അച്ഛൻ പറയും, ഒറ്റ സന്തോഷമേ ഉള്ളൂ, അച്ഛൻ്റെ എല്ലാ പ്രസംഗങ്ങളും വരച്ചു കൊണ്ടുവന്നത് ഒറ്റ പോയിന്റിലേക്കാണ്.
അച്ഛൻ്റെ എല്ലാ ഗാനങ്ങളും വിരൽ ചൂണ്ടുന്നത് ഒറ്റ പോയിന്റിലേക്കാണ്. ലളിതമാണ് ആ പോയിന്റ്, ഇത്രയേ ഉള്ളൂ. ദൈവം ശിക്ഷിക്കുന്നില്ല, ദൈവം സ്നേഹിക്കുന്നവനാണ്. കുരിശിൽ ഈശോ കാണിച്ചു തന്നത് പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ആവശ്യപ്പെടുന്ന ഈശോനെ അല്ല, മറിച്ച് ലോകത്തെ മുഴുവനും സ്നേഹിക്കുന്ന തമ്പുരാനെയാണെന്നുള്ള മനോഹരമായ ദൈവത്തിൻ്റെ ചിത്രം വരച്ചു കാണിച്ച് ക്യാൻവാസിൽ വരച്ചു കാണിച്ച ഒരു വലിയ ശ്രേഷ്ഠനാണ് നമുക്ക് മുമ്പിൽ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എത്രയോ പേരാണെന്നറിയാവോ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വേണ്ടി വന്ന് നിൽക്കാറുള്ളത്. എനിക്ക് ഉറപ്പുണ്ട് ഒരു തവണയെങ്കിലും അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചു വന്ന ഒറ്റ കാരണത്താൽ ഇവിടെ വന്ന കുറേ പേരുണ്ടാവും. എന്താണ് അച്ഛൻ പകരുന്ന ആ ഒരു വൈബ്, ആ ഒരു മാജിക് എന്താണ്? ഇത്രയുള്ള മാജിക് അച്ഛൻ വളരെ ഭംഗിയായിട്ട് മനുഷ്യ മനസ്സിലുള്ള ദൈവസങ്കല്പങ്ങളെ തകിടം മറിച്ചു, പൊളിച്ചെഴുതി ആത്മീയ വിപ്ലവം കുറിച്ചു. അതാണ് അച്ഛൻ്റെ മാജിക്. അച്ഛൻ ഒരുപാട് ആത്മീയ രോഗങ്ങളെ സുഖപ്പെടുത്തിയത് ദൈവസ്നേഹത്തിൻ്റെ മരുന്ന് പൂശിയിട്ടാണെന്നാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ ഇന്ന് കടന്നു പോകുമ്പോൾ ഒരു പാറ്റേൺ നമുക്ക് തരുന്നുണ്ട്. ആ പാറ്റേൺ സ്വീകരിക്കാതെ നമുക്കിന്ന് പോകാൻ നിർവാഹമില്ല. എന്താണ് ആ പാറ്റേൺ? അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രീച്ച് ഓൾവേസ്, എപ്പോഴും വചനം പ്രഘോഷിക്കുക, ഈവൻ ഇൻ സൈലൻസ്, ശാന്തതയിലും വചനം പ്രഘോഷിക്കുക. പനച്ചിക്കൽ അച്ഛൻ ഈ വചനമാണ് പ്രഘോഷിച്ചു കൊണ്ടേയിരുന്നത്. എനിക്കറിയാം, മരണത്തിൻ്റെ അവസാന ശ്വാസം അച്ഛൻ ഏന്തി വലിക്കുമ്പോഴും അപ്പോഴും അച്ഛൻ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവുക ദൈവം സ്നേഹമാണെന്നുള്ളത് മാത്രമാണ്. ഈ പാഠം നമുക്ക് കൈമാറുക. പ്രിയമുള്ള, നമുക്കും ഈ പ്രഘോഷണത്തിൽ ഏർപ്പെടാം. പനച്ചിക്കലച്ചോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സുഹൃതം എന്ന് പറയുന്നത് നമുക്കും ആ പാഠം സ്വീകരിക്കാം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമുക്കറിയാം, ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ അച്ഛനെക്കുറിച്ച് മുൻനിര വാർത്താ മാധ്യമങ്ങളെല്ലാം, ഏഷ്യാനെറ്റ്, മനോരമ ചാനൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, എല്ലാവരും അച്ഛൻ്റെ ഗാനങ്ങൾ എഴുതി അത് പാടി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമ്മളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഒരുപാട് ഞാനും കേട്ടു. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഇത്രയും അച്ഛന് റീച്ച് കിട്ടാൻ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, അച്ഛൻ്റെ സ്ഥാനം ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു. അതിന് ഏറ്റവും കാരണമായിട്ട് മാറിയത് തീർച്ചയായിട്ടും അച്ഛൻ്റെ ഗാനങ്ങളായിരുന്നു. അച്ഛൻ്റെ ഗാനങ്ങൾ മനുഷ്യൻ്റെ ചങ്കിൽ എപ്പോഴും കിടപ്പുണ്ട്. അതിൻ്റെ ആ പദസമ്പത്ത്, അതിലെ ആ മനോഹാരിത, അതിലെ ഭാവന, ഇതൊക്കെയും കൊണ്ട് അച്ഛൻ്റെ ഗാനങ്ങൾ ഇപ്പോഴും മനുഷ്യൻ്റെ ഹൃദയങ്ങളിലുണ്ട്. ഈ ബലി ആരംഭിക്കുന്നതിന് മുൻപ് ഉല്ലാസച്ചൻ വളരെ വേഗത്തിൽ നമ്മളോട് അച്ഛൻ്റെ ചില ഗാനങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആരാധിച്ചിടാം, ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. കുമ്പിട്ടാരാധിച്ചിടാം, തിരുനാമ കീർത്തനം, നിത്യത തീർക്കുന്ന നിമിഷങ്ങളിൽ എന്നിങ്ങനെ ഒരുപാട് ഗാനങ്ങൾ. പ്രിയമുള്ളവരെ, 700 ഗാനങ്ങൾ അച്ഛൻ എഴുതിയിട്ടുണ്ടെന്ന് അച്ഛൻ പറയുന്നു. അതിൽ കൂടുതലുണ്ട്, പക്ഷെ അച്ഛൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് 700 ഗാനങ്ങൾ മാത്രമാണ്. അതിൽ 500 ഗാനങ്ങളോളം ഇപ്പോഴും നമ്മൾ ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്ന ഗാനങ്ങളാണ്. ഏകദേശം 6ഓളം ആൽബങ്ങളാണ് അച്ഛനും സഹപ്രവർത്തകരും ചേർന്ന് ഈ ലോകത്തിന് സമ്മാനിച്ചത്. കഴിഞ്ഞ 5 പതിറ്റാണ്ട് കൊണ്ട് അച്ഛന് ഇത്രയും എങ്ങനെ ചെയ്യാൻ സാധിച്ചു? പ്രിയമുള്ളവർ, എനിക്ക് നിങ്ങളോടൊരു രഹസ്യം പറയാനുണ്ട്. അച്ഛൻ എവിടെ നിന്നാണ് ഈ സംഗീതം കിട്ടിയതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അച്ഛനും ഞാൻ ഇന്നത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് പറയുന്നതിന് മുൻപ്, ഈ സസ്പെൻസ് പൊളിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് യൗസേപ്പിതാവിനെ ഒത്തിരി ഇഷ്ടമാണ്. കാരണം യൗസേപ്പിതാവിൻ്റെ ഉറക്കത്തിലെ സ്വപ്നങ്ങളിലാണ് ദൈവം യൗസേപ്പിന് വെളിപാടുകൾ സമ്മാനിച്ചത്. ആ കുടുംബം, തിരുക്കുടുംബം സേഫായി, സെക്യൂറായി യാത്ര ചെയ്യാൻ സാധിക്കാൻ കാരണം യൗസേപ്പ് എന്ന മനുഷ്യൻ ഉറങ്ങിയപ്പോൾ കിട്ടിയ വെളിപാടുകളാണ്. പനച്ചിക്കൽ അച്ഛൻ്റെ ഉറക്കത്തെ അച്ഛൻ ഭംഗപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് നമുക്കിന്ന് ഒരുപിടി സമ്മാനങ്ങൾ, ഒരുപിടി ഗാനങ്ങൾ നമുക്ക് പാടാനുള്ളത്. അച്ഛൻ ഉറങ്ങാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഈ ഗാനങ്ങൾ നമുക്ക് ലഭിക്കുമായിരുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛൻ ഈ രോഗം ഡയഗ്നൈസ് ചെയ്യുന്നത് അച്ഛൻ്റെ ജന്മദിനമായിട്ടുള്ള സെപ്റ്റംബർ 6-ാം തീയതി ആയിരുന്നു. അച്ഛൻ ഇവിടെ ഡയഗ്നൈസ് ചെയ്തു, തിരിച്ച് ഞങ്ങളുടെ ആശ്രമത്തിൽ വന്നു, RCCയിൽ പോകുന്നു, സ്കാൻ ചെയ്യുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു, എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഈ മനുഷ്യൻ വളരെ ക്ഷീണിതനാണ്, രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചോദിക്കും, അച്ഛ ഉറങ്ങാൻ പറ്റുമോ? അപ്പം അച്ഛൻ പറയും, മോനെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, കാരണം രാത്രി മുഴുവനും ദേഹം മുഴുവനും ചൊറിയുമായിരുന്നു. അച്ഛൻ എന്ത് ചെയ്യുന്നറിയാവോ? ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും പലരും പറയുന്ന ഓയിൻമെൻറ്റ്സ് എല്ലാം അച്ഛൻ വാങ്ങിച്ചിട്ട് അച്ഛനത് തൂക്കും. എന്നിട്ട് 3 പ്രാവശ്യമെങ്കിലും രാത്രി അച്ഛൻ എഴുന്നേറ്റ് കുളിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ കുറേ നാളായിട്ട് അച്ഛൻ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ചില ദിവസങ്ങളിൽ നമ്മൾ ചോദിക്കണം, അച്ഛൻ ഉറങ്ങാൻ പറ്റിയോ? അപ്പം അച്ഛൻ പറയും, മോനെ 2 മണിക്കൊന്ന് ഉറക്കം പിടിച്ചപ്പോൾ പെട്ടെന്ന് ദൈവം ഒരു സ്വർഗത്തിൽ നിന്ന് ഒരു വരി എനിക്ക് തന്നു, ഞാൻ എഴുന്നേറ്റു. അച്ഛാ, ഈ മനുഷ്യനൊരു പേപ്പർ എടുക്കും, ഒരു പേന എടുക്കും, ആ നട്ടപ്പാതിരയ്ക്ക്
എന്നിട്ട് അവിടെ എഴുതി തുടങ്ങും ആ വരികൾ. പ്രിയമുള്ളവരെ, ദൈവം സ്വർഗത്തിൽ നിന്നും കൊടുത്ത ആ വിത്തുകളാകുന്ന വരികളിന്മേൽ അടയിരുന്ന് പനച്ചിക്കലച്ചൻ വേദനയോടെ വിരിയിച്ചതാണ് നാം ഇന്ന് ഏറ്റുപാടുന്ന 500ഓളം ഗാനങ്ങളെന്ന് നിസ്സംശയം പറയാം. ഉറങ്ങാൻ കൊടുക്കാതെ, വിശ്രമിക്കാൻ കൊടുക്കാതെ, അധ്വാനിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ക്ലേശത്തോടെ അദ്ദേഹം ഗർഭം ധരിച്ച കവിതകളാണ് ഈ 500 മഹാകാവ്യങ്ങൾ. സ്നേഹമുള്ളവരെ, പനച്ചിക്കലച്ചൻ അദ്ദേഹത്തിൻ്റെ രോഗശയ്യയിലാണ് അദ്ദേഹത്തിൻ്റെ അവസാന പുസ്തകം രചിക്കുന്നത്, ദ ട്രൂത്ത് ബിയോണ്ട് അറ്റോൺമെൻറ്റ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ആശുപത്രിയിൽ വന്ന് തിരിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ അച്ഛൻ കഥക് തുറന്നിട്ട് പേപ്പറും പേനയും എടുത്തിട്ട് വളരെ തലവേദന ഉള്ളപ്പോൾ പോലും അച്ഛൻ എഴുതുവാണ് ആ പുസ്തകം, ദ ട്രൂത്ത് ബിയോണ്ട് അറ്റോൺമെൻറ്റ്. അത് കഴിഞ്ഞ് അച്ഛൻ ആ പുസ്തകം മലയാളത്തിലേക്ക് വിവരണം ചെയ്യുകയാണ്. ഇറ്റ് വാസ് റിയലി സർപ്രൈസിങ്. ഒരുപാട് വിസ്മയമാണ് പനച്ചിക്കലച്ചൻ നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നത്. ഞാൻ ഇന്നലെ ഞങ്ങളുടെ പ്രൊവിൻസിൻ്റെ മുൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മാത്യു കക്കാട്ടുപള്ളിയച്ചൻ എന്നെ വിളിച്ചു. ഈ പ്രസംഗം ഞാൻ പറയാൻ വേണ്ടി ഒരുങ്ങുവാണെന്ന് അറിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് ഒരു അനുഭവം പറഞ്ഞു വെച്ചു. ഈ കഴിഞ്ഞ ദിവസം പനച്ചിക്കലച്ചൻ ആശുപത്രിയിൽ അഡ്മിറ്റായ വിവരം കേട്ട് ജർമ്മനിയിലുള്ള അച്ഛൻ പനച്ചിക്കലച്ചനെ ഫോൺ വിളിച്ചു. അച്ഛൻ ഫോൺ എപ്പോഴോ ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പോ മറ്റോ അച്ഛൻ ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് അച്ഛൻ പറയുവാണ് കക്കാട്ടുപള്ളിയച്ചനോട്, അച്ഛാ, ഒന്ന് ആശുപത്രിയിൽ പോകുവാൻ ഞാൻ. അവിടെ അവർ മരുന്ന് കുത്തിവെക്കും. ആ മരുന്ന് കഴിയുമ്പോൾ എൻ്റെ ശരീരം അല്പം കൂടെ ഊർജം വയ്ക്കും. എന്നിട്ട് വേണം ഞാനും കൂടെ വളർത്തിയ ഈ പരിത്രാണയിൽ വന്ന് ഈ നല്ല അച്ഛന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ, കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ. പ്രിയമുള്ളവരെ, ഒരിക്കൽ പോലും അലസനായിട്ട് ഈ മനുഷ്യൻ ഇരുന്നിട്ടില്ല. ഒരു പക്ഷേ അച്ഛൻ്റെ അടുത്ത് ജീവിച്ചത് കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അലസനായിരിക്കാൻ, കംഫർട്ട് സോണിലേക്ക് ഒതുങ്ങാൻ ഞങ്ങൾക്കാർക്കും അനുവാദം തരാത്ത ജീവിതമായിരുന്നു പനച്ചിക്കലച്ചൻ്റെ ജീവിതം. ഞങ്ങളെല്ലാവരും എത്തിച്ചേരേണ്ട ഒരു ദൂരമാണ് പനച്ചിക്കലച്ചനെന്ന് അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചു. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനെ കുറിച്ച് വീണ്ടും ഓർക്കുവാണ്. ഈ മനുഷ്യൻ ശവമഞ്ചത്തിലാണ്. ഈ വിശുദ്ധനായിട്ടുള്ള മനുഷ്യൻ്റെ സ്നേഹിതരെല്ലാം ഓടിക്കൂടുവാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ അവസാന ശ്വാസം വലിച്ച് ഇങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, മക്കളെ, ഒന്നും ആയില്ല, നമുക്കൊന്നുകൂടെ ആരംഭിക്കാം. പനച്ചിക്കലച്ചന് അല്പം ശ്വാസം ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇതേ വാചകം സ്വരത്തിൽ പറഞ്ഞേനെ, മക്കളെ, ഒന്നുമായില്ല, നമുക്കൊന്നുകൂടെ ആരംഭിക്കാം. പ്രിയമുള്ളവരെ, കർമ്മനിരതനായ മനുഷ്യൻ, ക്രിയാത്മകതയുടെ മനുഷ്യൻ, സർഗശേഷിയുള്ള മനുഷ്യൻ. അച്ഛൻ ബഹുമുഖ പ്രതിമയാണെന്ന് നമുക്കറിയാം. അച്ഛനെക്കുറിച്ച് ഉല്ലാസച്ചൻ ഒരുപാട് പറഞ്ഞു, അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. ലേഖകനാണെന്ന് പറയുമ്പോൾ 12ഓളം പുസ്തകങ്ങൾ അച്ഛൻ രചിച്ചിട്ടുണ്ട്. ആത്മാവിൽ തിരുത്തൽ ഭാഗ്യവാന്മാർ, ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ, ദ ട്രൂത്ത് ബിയോണ്ട് അറ്റോൺമെൻറ്റ്, ക്രിസ്തു പരമാർത്ഥം എന്നിങ്ങനെ 12ഓളം നല്ല വിശുദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അച്ഛൻ സമ്മാനിച്ചിട്ടുണ്ട്. പാം ചിക്കൻ എന്നുള്ള തൂലികാനാമത്തിൽ അച്ഛൻ എഴുതിയിട്ടുള്ള നോവലുകൾ, സൂര്യഗ്രഹണം, അതൊക്കെ അച്ഛൻ പറഞ്ഞു. ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ കയ്യിൽ ലോകം ആവേശത്തോടെ വായിച്ച് ആഹ്ലാദത്തോടെ വായിച്ചൊരു പുസ്തകമുണ്ട്, ഒരു മാഗസിനുണ്ട്, വചനോത്സവം മാസിക. ഈ മാഗസിൻ്റെ പിറവിക്കും പിൻപിൽ അധ്വാനിച്ചത് മുഴുവനും പനച്ചിക്കലച്ചനും അച്ഛൻ്റെ കൂടെ ജോർജ് പനക്കലച്ചനുണ്ട്, മാത്യു നായിക്കം പറമ്പലച്ചനുണ്ട്. ഇന്നും ഈ പുസ്തകത്തിന് താഴെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പബ്ലിഷ്ഡ് ഓൺ ബിഹാഫ് ഓഫ് ഫാദർ മൈക്കിൾ പനച്ചിക്കൽ. പ്രിയമുള്ളവരെ, 90കളിൽ കേരളത്തിൻ്റെ കുടുംബങ്ങൾ മുഴുവനും ഈ വാരാന്ത്യ പതിപ്പുകളിൽ വരുന്ന നോവലുകളും കഥകളും വായിച്ച് രസിക്കുമ്പോൾ അതിലെ അപകടം മണത്തെറിഞ്ഞ ക്രാന്തദർശിയായിട്ടുള്ള മൈക്കിൾ പനച്ചിക്കലച്ചൻ ആ മനുഷ്യരെയെല്ലാം വചനത്തിലേക്ക് ക്ഷണിച്ചത് ഈ കൊച്ചു പുസ്തകത്തിലൂടെയാണ്. ഇന്ന് ഈ പുസ്തകം 9 ഭാഷകൾ കഴിഞ്ഞ് അതിൻ്റെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുവാണ്. ലക്ഷോപലക്ഷം കോപ്പികൾ ഇന്ന് ഇതിനുണ്ട്. ചുക്കാൻ പിടിച്ച വ്യക്തി മൈക്കിൾ പനച്ചിക്കലച്ചനാണ്. അച്ഛൻ അതിൻ്റെ സ്ഥാപക എഡിറ്ററാണെന്ന് പ്രത്യേകം പരാമർശിക്കണമെന്ന് ഇപ്പോൾ ഇവിടെയുള്ള എഡിറ്റർ ബഹുമാനപ്പെട്ട കാട്ടിപ്പറമ്പിലച്ചനോട് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ പനച്ചിക്കലച്ചൻ്റെ കോൺട്രിബ്യൂഷൻസ് നമുക്കൊരിക്കലും മറക്കാവുന്നതല്ല എന്ന് പ്രത്യേകം ഓർക്കുവാണ്. അച്ഛൻ്റെ നാടകകൃത്ത് വന്ദന തിയേറ്റേഴ്സ് എന്ന പേരിൽ വൈക്കത്തച്ഛൻ ആരംഭിച്ച ആ നാടക സംരംഭം, അച്ഛൻ തിരക്കഥ എഴുതിയത് വിൻസെന്റ് ഇപ്പോൾ എന്ന നാടകമുണ്ട്. ലോപസന്ധി, കമണ്ടലു, സ്വർഗവാതിൽ പക്ഷികൾ എന്നിങ്ങനെ നീളുന്ന നാടകങ്ങൾ അച്ഛൻ്റെ സംഭാവനയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് അച്ഛൻ നമുക്ക് നിരന്തരം തന്നുകൊണ്ടേയിരുന്നു. മാധ്യമ പ്രേക്ഷിതൻ എന്ന നിലയിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, 1974 അച്ഛൻ പട്ടം കിട്ടുന്നത്. 75
അന്നത്തെ മാർപ്പാപ്പ വിശുദ്ധൻ പോൾ ആറാമൻ മാർപ്പാപ്പ ഒരു അപ്പസ്തോലിക പ്രബോധനം എഴുതി. അതിൻ്റെ പേരാണ് ഇവാഞ്ചലിയും ന്യൂൻസിയാന്തി. അത് വായിച്ചിട്ട് അച്ഛൻ ഇൻസ്പിറേഷൻ കിട്ടിയെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്തെന്നറിയുമോ പോൾ ആറാമൻ പറഞ്ഞ കാര്യം? അച്ഛൻ പറയും, അദ്ദേഹം അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ആധുനിക മാധ്യമങ്ങളെ സുവിശേഷവൽക്കരണത്തിന് ഉപയോഗിക്കാതിരുന്നാൽ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് പോൾ ആറാമൻ മാർപ്പാപ്പ എഴുതി. അത് കേട്ട് ഇവിടെ അച്ഛൻ ആ യാത്ര ആരംഭിച്ചു. അച്ഛൻ ക്യാമറ കൊണ്ടിറങ്ങി. അച്ഛൻ ടെലിഫിലിംസ് പിടിച്ചു. 1980 മുതൽ ടെലിഫിലിംസ് പിടിച്ചു. ബോയ്സ്, ആര് പറഞ്ഞു, ജീവന്റെ അവകാശികൾ എന്ന പേരിലൊക്കെ അച്ഛൻ ധാരാളം ടെലിഫിലിംസ് അച്ഛൻ്റെ സംഭാവനകളാണ്. കന്മഴ പെയ്യും മുമ്പ് എന്ന സിനിമ അച്ഛൻ്റെ സംഭാവനയാണ്. 2011 ഒരു വർഷം നീണ്ടുനിന്ന അധ്വാനത്തിനൊടുവിൽ അച്ഛൻ സമ്മാനിച്ച ഓഡിയോ ബൈബിൾ ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പനച്ചിക്കലച്ചൻ നാം എത്തിച്ചേരേണ്ട ഒരു ദൂരത്തിൻ്റെ പേരാണ് പനച്ചിക്കലച്ചൻ. കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരാനായിട്ട് ഈ അച്ഛൻ എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛനോട് ഞാൻ നന്ദി പറയുവാണ്, കടപ്പാടുണ്ട് എനിക്ക് അച്ഛനോട്. പ്രിയമുള്ളവരെ, ഒരു നല്ല അനുഭവം കൂടി ഞാൻ പങ്കുവെക്കുവാണ്. വട്ടപ്പാറ ചുറ്റാട് ആശ്രമത്തിൽ നിന്നും ഞങ്ങളുടെ സുപ്പീരിയർ അച്ഛൻ ജോജോ ആശാരി പൽപ്പച്ച നേതൃത്വത്തിൽ കാളാശ്ശേരി അച്ഛനും ഞാനും ബ്രദറും മാത്യു അച്ഛനും ഒക്കെ ചേർന്ന് ഞങ്ങൾ കിള്ളിയിൽ അച്ഛൻ താമസിച്ച ആ ആശ്രമത്തിലേക്ക്, ഒരു വാടക വീടാണ്, അവിടേക്ക് ഞങ്ങൾ മാസധ്യാനത്തിന് വേണ്ടിയിട്ട് പോയി. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് ചായയൊക്കെ തന്ന് സൽക്കരിച്ചു. ശേഷം മുകളിലുള്ള അച്ഛൻ്റെ മുറിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. അപ്പം ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് അച്ഛൻ ഇവിടെ എന്തോ തിരയുവാണ്. മേശപ്പുറത്ത് നിന്നും ഒരു പേപ്പറും ഇങ്ങെടുത്തു. കണ്ണട എടുത്തിട്ട് അച്ഛൻ കണ്ണട വെച്ചിട്ട് അച്ഛൻ എഴുതി തീർത്ത ഒരു കവിത, ഒരു ഗാനം ഞങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. ആ ഗാനം ഇവിടെ ആലപിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ശ്രീമതി മൃദുല മൈക്കിളാണ് ആ ഗാനം ആലപിച്ചത്. പ്രിയമുള്ളവരെ, എനിക്ക് ഉറപ്പുണ്ട്, മരിക്കുന്നതിന് മുൻപ് ഞാൻ മരിക്കാൻ പോകുവാണെന്ന് അറിഞ്ഞ മനുഷ്യനാണ് പനച്ചിക്കലച്ചൻ. അച്ഛൻ്റെ ആ ഗാനം ഇങ്ങനെയാണ്, നമുക്ക് കേൾക്കാം. കുറുകുന്ന കുഞ്ഞരിപ്രാവ്, പിടയുന്ന എന്നിലെ ആള്, കൂടുവിട്ടങ്ങേ അഭിമുഖം കാണുവാൻ അതിവേഗം യാത്രയാകുന്നു. ജീവിത വഴിയിൽ കൈവന്നതെല്ലാം സമയത്തിനൊപ്പം കഴിഞ്ഞു. ഒന്നുമില്ലായ്മയിൽ പ്രത്യാശ നൽകി ഈശോ വിളിക്കുന്നു സദയം. നീ എൻ്റെ ലക്ഷ്യം നാഥ, നീ എൻ്റെ മോക്ഷം നാഥ. അച്ഛൻ വീണ്ടും ഇങ്ങനെ എഴുതുകയാണ്: നന്മയായി എന്നിൽ നീ ചെയ്തവയെല്ലാം നിൻ നാമം പൂജിതമാക്കി. ഇനി ഒരു ജന്മത്തിൽ ഇവിടെ ഇല്ലേലും നീ എന്നെ വീണ്ടെടുത്തല്ലോ. നീ നിത്യഭാഗ്യം നാഥ, നീ എൻ്റെ സ്വർഗം നാഥ. ഒരു ദിവസം പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് പനച്ചിക്കലച്ചൻ എന്നെ വിളിച്ചു. ടോണിയച്ച, ഒന്ന് വരാവോ? ഞാൻ ചെന്നു. മോനെ, ശരീരം മുഴുവൻ നല്ല വേദനയാണ്, ഒന്ന് തടവി തരാമോ എന്ന് ചോദിച്ചു. ഓയിൻമെൻറ്റ് തന്നു. ഓയിൻമെൻറ്റ് എടുത്തു. ഞാൻ അച്ഛന് ശരീരം ഒന്ന് പുറത്ത് തടവി കൊടുക്കുവാണ്. ഇടയിൽ ഒരുപാട് അച്ഛൻ പേഴ്സണലായിട്ട് എന്നോട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു അച്ഛനോട്, അച്ഛൻ ഒരുങ്ങുവാണോ? അപ്പം അച്ഛൻ പറഞ്ഞു, മോനെ, മരണമെടുക്കാറാകുമ്പം കർത്താവ് നമുക്കത് വെളിപ്പെടുത്തി തരും. അപ്പോൾ നമ്മുടെ ഹൃദയം, ആത്മാവ് തനിയെ ഒരുങ്ങും. പ്രിയമുള്ളവരെ, ഈ പനച്ചിക്കലച്ചൻ 1 വർഷം മുൻപേ മരിക്കാനായിട്ട് ഒരുങ്ങിയതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രത്യാശയോടെ മരണത്തെ സ്വീകരിച്ച അച്ഛനാണ്. എനിക്ക് ഓർമ്മയുണ്ട്, വട്ടപ്പാറ ആശ്രമത്തിൽ അവസാനമായി അച്ഛൻ ബലി അർപ്പിച്ചപ്പോൾ അച്ഛൻ വ്യാഖ്യാനിച്ചു തന്ന വചനഭാഗം കടുകുമണിയുടെ ഉപമയാണ്. അച്ഛൻ ഇങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചു: കടുകുമണി തീരെ ചെറുതാണ്, പക്ഷെ കടുകുമണി അതിൻ്റെ ഉള്ള് വളരെ ബലമുള്ളതാണ്, ശക്തമാണ്, ആഴമുള്ളതാണ്. പ്രിയമുള്ളവരെ, പനച്ചിക്കലച്ചൻ്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അച്ഛൻ ചെറുതാവുകയായിരുന്നു, കുഞ്ഞാവുകയായിരുന്നു. അച്ഛൻ വളരെ ശോഷിച്ചു പോയാൽ ഇപ്പം നമ്മൾ കിടക്കുന്നത്. അച്ഛൻ കുഞ്ഞാവുകയായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ഉള്ളിൽ കനം വച്ച വിശ്വാസവും പ്രത്യാശയും ഉണ്ടായിരുന്നു. നമുക്കച്ഛൻ മാതൃകയാണ്. ഞാനിവിടെ അവസാനിപ്പിക്കുവാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. പ്രിയമുള്ളവരെ, അച്ഛൻ ഞങ്ങളുടെ ആശ്രമത്തിൽ നിന്നും അച്ഛൻ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അച്ഛൻ ആ പഠിപ്പിച്ച സന്ദേശം, ദൈവം ശിക്ഷിക്കുന്നില്ല, സ്നേഹിക്കുന്നവനാണ് എന്ന് അച്ഛൻ അത് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. എങ്ങനെയെന്നും വളരെ സൗമ്യനായിരുന്നു അച്ഛൻ, വളരെ ശാന്തപ്രകൃതനായിരുന്നു അച്ഛൻ. ഒരാളോട് പോലും പകരം വീട്ടാൻ അച്ഛൻ പോയിട്ടില്ല, പരിഭവം പറഞ്ഞിട്ടില്ല. നമ്മളായിട്ട് എന്തെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അച്ഛൻ ഒരിക്കലും, അച്ഛൻ്റെ വാക്കുകൾ വളരെ കൃത്യമായ വാക്കുകൾ, തെരഞ്ഞെടുത്ത പദങ്ങൾ, ഒരു മനുഷ്യനെ പോലും ഹേർട്ട് ചെയ്യാത്ത
വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ മുറിപ്പെടുത്താത്ത സംഭാഷണ ശൈലിക്കുടമയായിരുന്നു അച്ഛൻ. നടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഭൂമിയിലെ മണൽത്തരി പോലും വേദനിക്കരുത് എന്ന ചിന്തയോടെയാണ് അച്ഛൻ ഓരോ ചുവടുവയ്പ്പും നടത്താറുള്ളത്. അച്ഛനൊരു മാതൃകയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അധികാരികളുടെ എല്ലാ ഡിറക്ഷൻസും ശ്രദ്ധയോടെ സ്വീകരിച്ച അച്ഛനായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം വളരെ എൻ്റെ സ്നേഹിതൻ ബഹുമാനപ്പെട്ട ടോം മുളഞ്ഞനാനി അച്ഛൻ ഒരു സങ്കല്പത്തിൽ നിന്ന് അച്ഛൻ സ്വർഗത്തിൽ പോയി എഴുതാൻ സാധ്യതയുള്ള ഒരു ഗാനം അച്ഛൻ എഴുതി ഞങ്ങൾക്ക് സമ്മാനിച്ചു. ആ വരികൾ കൂടെ ഇവിടെ ചേർത്ത് വച്ചിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുവാണ്. കാലങ്ങൾ എത്രയോ കാത്തിരുന്നീ ആനന്ദ തീരത്തണഞ്ഞിടാനായി, മാനവ ഭാവനകൾക്ക് അതീതമത്രേ പരിരംഭണം ചെയ്തൊരു സ്വർഗദേഹം. ഭൂമിയാം ചെറുമുരാസദനം വെടിയുവാൻ ആശങ്ക വേണ്ട, വിൺവാതിൽ കടന്നകമേ ഞാൻ വൈകിയതെന്തേ എന്നേ തോന്നൂ. സ്നേഹമുള്ളവരെ, ഈ അച്ഛൻ്റെ നിര്യാണത്തിൽ നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞങ്ങൾ ഈ കുടുംബത്തിൻ്റെ വേദനയോടുകൂടെ പങ്കുചേരുകയാണ്. ഒപ്പം നമുക്കെല്ലാവർക്കും അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.